ഹലോ, വെൽക്കം ടു സാലി കിച്ചൻ. ഇന്ന് ഞാനൊരു പിസയാണ് ചെയ്യുന്നത്. ഈ ഒരു പിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചീസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഓവനിലും എല്ലാം റെഡിയാക്കിയിട്ടുള്ളത്. പാനിലാണ് ഈ ഒരു പിസ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിസയാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം നമ്മൾ പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർക്കുന്നുണ്ട്. ഈ ഒരു പാലിൽ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതാട്ടോ. പിന്നെ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ആക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നല്ല ചപ്പാത്തി മാവ് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ പിസിൻ്റെ ടോപ്പിങ്ങിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ല, ചിക്കൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ്റെ സ്റ്റെപ്പ് അങ്ങനെ ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾ പിസയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞല്ലോ ഞാനിതിൽ ചീസ് ചേർക്കുന്നില്ല എന്ന്. അപ്പോൾ ചീസിന് പകരം നമ്മൾ വൈറ്റ് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സോസ് പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പം ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നല്ല ഡാർക്ക് കളറൊന്നും ആണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 1.5 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. മൈദൻ്റെ ആ ഒരു കട്ടകളൊക്കെ ഉടച്ചെടുക്കണം. ഈ സോസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇത് നല്ലോണം തിക്കായിട്ട് വരുമ്പോഴാണ് കുക്കായി കിട്ടുക. പിന്നെ നമുക്ക് ആ ഒരു വേണ്ട ഒരു കൺസിസ്റ്റൻസി കിട്ടുക. നല്ല ടൈറ്റ് ആക്കണ്ട, നമുക്ക് കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു തിക്നെസ് കിട്ടിയാൽ മതി. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇട്ട് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ്. ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചില്ലി ഫ്ലേക്സ് മറക്കരുത്, ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. നമ്മുടെ മാവാണിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഇതൊന്ന് കുഴച്ചതിന് ശേഷം പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് മൈദപ്പൊടി ഇടരുത്. കാരണം പിസക്ക് വേവുന്ന സമയത്ത് അത് കരിഞ്ഞ് അതിൻ്റെ താഴെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകും. കുറച്ച് മാത്രം പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നല്ല നൈസാക്കണ്ട, ചെറിയൊരു തിക്നെസ്സോട് കൂടിയാണ് പരത്തിയെടുക്കേണ്ടത്. നമ്മൾ പിസ്സ ബേക്ക് ചെയ്യുന്ന പാൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ബേസിന് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ആ ഒരു വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഫ്രൈങ് പാനിലാണ് പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രൈങ് പാൻ എടുക്കാം, നിങ്ങൾക്ക് തവ എടുക്കാം, അല്ലെങ്കിൽ കടായി എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. താഴ്ഭാഗം ചെറുതായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നടുവിലൊരു സ്പേസ് ആക്കി എടുക്കുന്നുണ്ട്. സൈഡിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ല ചൂടുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പിസ്സൻ്റെ ലുക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കെച്ചപ്പും സോസൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് സോസ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ തിക്കാവാതെ നമുക്ക് ഒഴിക്കാൻ പറ്റുന്നുണ്ട്. അതൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം
കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഉള്ളി, ക്യാപ്സിക്കം പിന്നെ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് ഇടാൻ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അതും ഈവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യാൻ മാത്രം വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കണം. ടോട്ടലി ഫുള്ളായിട്ട് അങ്ങ് സ്പ്രെഡ് ആക്കണ്ട. ആ ഒരു ടോപ്പിങ്ങിൻ്റെ മുകളിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമ്മുടെ പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ അടുപ്പത്തേക്ക് വെക്കുന്ന സമയത്ത് ഡയറക്റ്റ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെക്കണ്ട. ഒരു പഴയ തവയോ അല്ലെങ്കിൽ പഴയ ലിഡോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഈ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ആണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ കിഡിലും പോലെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുമുണ്ട്. ടോപ്പിംഗ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പിസ്സനെ പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴ്ഭാഗമായാലും എന്തായാലും കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓവനില്ലാന്നൊന്നും വിചാരിച്ചിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കണ്ട. ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ഇടാൻ മറക്കരുത്. കറക്റ്റ് ആ ഒരു ഫ്ലേവറും കൂടി കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്